ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൃഷ്ടി ബൈ ആര്യ. അപ്പോൾ നമ്മളിന്നൊരു പാവാടയും ബ്ലൗസാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 44 ഇഞ്ചുള്ള ക്ലോത്താണ് എടുത്തത്. ആ 44 ഇഞ്ചുള്ള ക്ലോത്തിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ചുള്ള ഒരു പീസും 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 വയസ്സായിട്ടുള്ളൊരു മൂക്ക് വേണ്ടിയിട്ടാണ് ഈ പാവാടയും ബ്ലൗസും തയ്ക്കുന്നത് കേട്ടോ. ബാക്കി വന്ന പീസിൽ നിന്ന് നമ്മൾ അരയ്ക്ക് ബെൽറ്റായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബെൽറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അതിന് നീളമായിട്ട് എടുത്തിട്ടുള്ളത് 23 ഇഞ്ചാണ്. അത് നമ്മുടെ കുട്ടികളെ അരവണ്ണത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിവിടെ കയറാണ് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട വീതിക്കനുസരിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ലൈനിങ് ഇതുപോലെ തന്നെ 17 ഇഞ്ചിന്ന് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം. ബ്ലൗസിന് ഞാൻ അളവ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതാകുമ്പം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ, അതേ അളവ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മോളുടെ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് നമ്മളിങ്ങനെ മടക്കി വെക്കുക, എന്നിട്ട് അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം കഴുത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കഴുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴിയും നമ്മളെ വീതിയൊക്കെ ആയിട്ട് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അളവെടുത്തിട്ട് മാർക്ക് ചെയ്യേണ്ടത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ അളവുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അളവ് വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാമല്ലോ. വീതി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ക്ലോത്തിൽ ഒന്നും കൂടെ കുറച്ച് വീതി ഒരു ഇഞ്ച് അധികം ഇടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് പോർഷനിൽ കുടുക്ക് വെക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഫ്രണ്ടിനേക്കാളും കുറച്ചും കൂടെ അധികം വീതി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുടുക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ വീതി കുറഞ്ഞു പോകും. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കും ബാക്ക് പോർഷനുമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഫ്രണ്ട് ഭാഗവും അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിന് ആദ്യം ഇട്ട ഒരു ഇഞ്ച് അധികം ഇട്ടില്ലേ, അതും കൂടെ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടുക, കഴുത്തിനും കുറച്ച് ഇറക്കിയിട്ട് വെട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പ്രത്യേക ഡിസൈനിലാണ് കേട്ടോ ചെയ്യുന്നത്. താഴെ ഭാഗത്ത് ഞെറി വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ നല്ല തുണി കട്ട് ചെയ്തെടുക്കുക. ഈ ലൈനിങ് പീസ് വെച്ചിട്ടാണ് ആദ്യം കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നല്ല തുണി കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആരും അത് മറന്നു വരുത്ത്. കൂട്ടത്തിൽ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. സൃഷ്ടി ബൈ ആര്യ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. നമ്മൾ ഈ വീഡിയോയിൽ ഐഡിയ കാണിക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണേ, മറന്നു വരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തത്. ഇപ്പം ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ റൂൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും മറക്കാണ്ട് കാണുക, അതിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് താഴത്തൂടെ വെക്കാനുള്ള ഫ്രില്ലിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, ജോയിൻ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് വരുന്ന ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടണം. കാരണം ലൈനിങ്ങിനേക്കാളും കുറച്ചും കൂടെ വീതി വേണം നമ്മുടെ ക്ലോത്തിന്. അപ്പോൾ 3 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് അതിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കൈയിൻ്റെ അതേ അളവ് തന്നെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ കൈ ആയതുകൊണ്ട് ചെറിയ പീസ് മതി. അപ്പോൾ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുത്തു. കൈയിൻ്റെ അളവ് നോക്കിയതിന് ശേഷം അളവ് അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തൊരു പീസില്ലേ, അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ലൈനിങ് 2.5 എടുത്തത്, അപ്പോൾ 1/2 ഇഞ്ചും കൂടെ അധികമായിട്ട് 3 ഇഞ്ചാക്കി. അങ്ങനെ നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവാട തയ്ക്കാൻ തുടങ്ങാം. അതിനാദ്യം തന്നെ നമ്മൾ പാവാട ഞെറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഞെറിഞ്ഞ് ഇസ്തിരി ഇട്ടതിന് ശേഷം നന്നായിട്ട് പിന്ന് കുത്തിയിട്ടുണ്ട്, അതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ലൈനിങ്ങും വെച്ച് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ബെൽറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ബെൽറ്റ് ഇതിനോട് ജോയിൻ ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെൽറ്റും വെച്ച് കൊടുത്തു. ഇനി ഇതിൽ കയറിട്ട് യോജിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാം. ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ബ്ലൗസിന് ആദ്യം ബാക്ക് നെക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അതിന് ആദ്യം ഇങ്ങനെ ലൈനിങ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നടുഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ എന്നാലേ നമുക്ക് ബാക്കിൽ അത് കുടുക്ക അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ, അതിനുള്ള പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് 2 പീസാക്കി കട്ട് ചെയ്തു. ഇനി നമ്മൾ ആ പീസുകൾ വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ കഴുത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചിരുന്ന ആ ഭാഗത്തൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. അതുപോലെ 2 ഭാഗവും തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മറച്ചിട്ടതിന് ശേഷം മറച്ചിട്ടിട്ടുണ്ട്. ഇനി മറച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല വശവും കൂടെ വെച്ചതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ ഞെറിഞ്ഞെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ ഞെറിഞ്ഞെടുക്കുക. എന്നിട്ട് കൈ ഞെറിഞ്ഞിട്ട് അതും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം കൈയും കൂടെ ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊരു വീഡിയോ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ സൈഡും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതിന് സൈഡും കൂടെ നമ്മളെ അളവ് എത്രയാണോ അതിനനുസരിച്ചൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇനി താഴെ വെക്കാനുള്ള ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ഒന്ന് ഞെറിഞ്ഞിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.